സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളടക്കം ഭൂരിഭാഗം ആൾക്കാരും ഫുട്ബോൾ പ്രേമികളും വിമർശിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ താരത്തെ. കാരണം അദ്ദേഹം എന്താണ് കാണിക്കുന്നത് എന്ന ചോദ്യം പോലും ഉയർത്തിയിരുന്നു. അദ്ദേഹം എന്തിന് കളിക്കുന്നു എന്ന ചോദ്യം പോലും ഉയർത്തിയിരുന്നു. പക്ഷേ വിമർശനങ്ങളാണ് ഒരു പോരാളിയെ കൂടുതൽ കരുത്തുറ്റനാക്കുക എന്നുള്ള സത്യം ഒരിക്കൽ കൂടി നമ്മൾ കാണുകയാണ്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നു, ഗോളടിക്കുന്നു, സഹതാരത്തിന് ഗോളവസരം തുറക്കുന്നു, സഹതാരങ്ങളെ കൊണ്ട് ഗോളടിപ്പിക്കുന്നു. അങ്ങനെ എന്തൊക്കെ പഴിയാണോ തനിക്ക് നേരെ ഉയർന്നത് അതിനെല്ലാം മറുപടി നൽകിക്കൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ കളം നിറഞ്ഞ് പോർച്ചുഗലിനെ നയിച്ചത്. എനിക്കിപ്പം ഫൈസൽ ഹംസയുണ്ട്, ജസീം മുഹമ്മദും ചേരുന്നത്. ഫൈസൽ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നലെ കണ്ടത്. അതായത് കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഈ റൊണാൾഡോയുടെ മാജിക്കിന് വേണ്ടിയിട്ട്. അദ്ദേഹം നമുക്കറിയാം, ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറിച്ചൊരു കാര്യം, ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്താണ് സംഭവിച്ചിട്ടുള്ളത്, പക്ഷേ ഞങ്ങൾ തലയുയർത്തി തന്നെ നിൽക്കും, പോരാടും, തിരിച്ചു വരും എന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി എന്താണോ ടീമിനോട് പറഞ്ഞത്, ആരാധകരോട് പറഞ്ഞത്, ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് ഉൾക്കൊള്ളാൻ തക്ക ഒരു ശേഷിയിലായിരുന്നില്ല പോർച്ചുഗീസ് ആരാധകർ എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് അദ്ദേഹം കളിക്ക് ശേഷം ഒരു പോസ്റ്റ് ഇട്ടു, അത് വൈറലാണ്. അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് പോസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം കുറിച്ചത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്നാണ്. അപ്പോൾ അത് വ്യക്തമായിട്ടൊരു സൂചനയാണ്. പോർച്ചുഗൽ അവതരിച്ചു കഴിഞ്ഞു ശരിക്കും. തീർച്ചയായും ആ കളി കഴിഞ്ഞ ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹം ക്യാമറകളെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, കം ബാക്ക് എന്നുള്ളതാണ്. ഞങ്ങൾ തിരിച്ചു ആം ബാക്ക് എന്നാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചത് കം ബാക്ക് എന്നാണ്. രണ്ടാണെങ്കിലും ഒരേ മീനിങ് ആണ്, തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് അയാളുടെ ഒരു കോൺഫിഡൻസ് ആണ് വ്യക്തമാക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ എല്ലാവരും എഴുതി തള്ളിയതാണ് ആദ്യ മത്സരത്തിലെ. അയാൾ ഇന്ന് വരെ ഉണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളെയും റദ്ദ് ചെയ്യുന്ന രീതിയിലായിരുന്നു വിമർശനങ്ങൾ. സാധാരണക്കാരായ ഫുട്ബോൾ ആരാധകർ മാത്രമല്ല, തിയറി ഹെൻറിയെ പോലുള്ള ഒരു വിഖ്യാത താരത്തിൽ നിന്ന് തുടങ്ങുന്നു ആ വിമർശനം എന്നുള്ളതാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, ഇത്രയും കാലം പന്ത് തട്ടി പരിചയമുള്ള ഹെൻറിയെ പോലുള്ളവർ പോലും അയാൾക്ക് സ്വാർത്ഥതയാണ് എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പ്രായമായി, അയാളെ 90 മിനിറ്റ് കളിപ്പിച്ചതിന് പോലും റോബർട്ടോ മാർട്ടിനസ് പഴി കേൾക്കുന്നു. ടീം മുഴുവൻ ഒരു തീച്ചൂളയിലായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല റിലാക്സ് ആയത്, ആ ടീം മൊത്തം സമ്മർദ്ദത്തിൽ നിന്ന് മുക്തമായി എന്നുള്ളതാണ് ഒരൊറ്റ മത്സരത്തോടു കൂടി. ആ ആദ്യത്തെ 3 ഗോളുകൾ എടുക്കുക, യഥാർത്ഥത്തിൽ ആ 3 ഗോളുകൾ ഒരു സ്കോർ ലൈനിലെ കണക്ക് മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. പോർച്ചുഗൽ ടീം ആദ്യ മത്സരത്തിലെ ആ സമനിലയ്ക്ക് ശേഷം നേരിട്ട വിമർശനങ്ങൾക്ക്, അവർ നേരിട്ട കൂരമ്പുകൾക്ക് ഉള്ള മറുപടിയായിരുന്നു. കൃത്യമായ, നമ്മളൊരു രാഷ്ട്രീയ മറുപടി എന്നൊക്കെ പറയുന്നത് പോലുള്ള കൃത്യമായ മറുപടി അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യ ഗോൾ നമ്മൾ നോക്കുക, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ടീം മാൻ അല്ല എന്നുള്ളതിനുള്ള ഒരു കൃത്യമായ വിമർശനം. അദ്ദേഹത്തിന് പ്രായമായി, ഈ സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായ ആൻറ്റിസിപ്പേറ്ററി മൂവ് നടത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് ഒരു എന്തിനാണ് പാസ് നൽകുന്നത്, ആ പാസ് എവിടെ എത്താനാണെന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി, അതിനെല്ലാമുള്ള മറുപടി ഉണ്ടായിരുന്നു ആദ്യ ഗോൾ എന്നുള്ളതാണ്. അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. 6ാം ലോകകപ്പ് കളിച്ച് 6ാം ലോകകപ്പിലും ഗോൾ നേടുന്നവർ. പക്ഷേ ഇനി ആ റെക്കോർഡ് മറികടക്കാൻ എത്ര കാലം കാത്തിരിക്കണം എന്നുള്ളതാണ്. 6 മാത്രമല്ല, ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ, റോജർ മില്ലയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ താരമായും ക്രിസ്ത്യാനോ റൊണാൾഡോ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഗോൾ നേടിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് മാർട്ടിനസിൻ്റെ മുഖത്തെ സന്തോഷമാണ്. ഒരു ഗോൾ നേടിയതല്ല, ഒരു ഭയങ്കര റിലീഫായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗോൾ എന്നുള്ളത് പിന്നെ മുതൽ അദ്ദേഹം ആഘോഷിക്കുവാണ്. രണ്ടാമത്തെ ഗോൾ നമ്മൾ ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ, ആ രണ്ടാമത്തെ ഗോൾ ശരിക്കും പോർച്ചുഗലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണ്. ഒരു സ്പോട്ട് കിക്ക് കിട്ടിയാൽ മറ്റാർക്കും ക്രിസ്ത്യാനോ നൽകില്ല. ആ കിക്ക് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ലോകത്ത് എല്ലാ മനുഷ്യരും വിചാരിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും ആ കിക്ക് എടുക്കുക എന്നുള്ളതാണ്. റൊണാൾഡോയുടെ ഒരു വെടിച്ചില്ല് ഷോട്ടിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. ഇപ്പോൾ ആ ഗാലറി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു മാസ്മരിക ഫ്രീ കിക്കിന് കാത്തു നിന്നുകൊണ്ടുള്ള ഒരു ഇതാണ്. ഒരു പക്ഷേ ഉസ്ബെക്കിസ്ഥാൻ ഡിഫൻസിൽ ഒരു മനുഷ്യൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ അല്ലാതെ ആരെങ്കിലും ഒരാൾ ആ കിക്ക് എടുക്കുമെന്ന്. ഗോൾ കീപ്പറുടെയും മനസ്സിലതായിരിക്കും. അവരെല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പാദചലനങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്, അത് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ അവിടെ കിക്ക് എടുക്കാനുള്ള ഒരൊറ്റ സാധ്യതയുണ്ടായിരുന്നുള്ളൂ, ബ്രൂണോ. ഇതൊന്നുമല്ല സംഭവിച്ചത്. ന്യൂനോ മെൻഡസ് വന്ന് കിക്ക് എടുക്കുന്നു.
ആർക്കും ഒരുപക്ഷെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നില്ല. അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. തലയിലേക്ക് ചൂണ്ടിയിട്ട് ഇത് ബുദ്ധിയുടെ കളിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കളിയുണ്ട്. ഇനി മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പാസ് നൽകില്ല, ഇരുവരും തമ്മിൽ ഒരു കെമിസ്ട്രി ഇല്ല, കുടുംബ വഴക്കാണ്, ചക്രത്തിപ്പോരാണ്, അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങളാണ്. ബ്രൂണോയുടെ ഒരു പാസിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിൻ്റെ ഒരു വൈഭവം കൂടി കാണിക്കുന്ന, അദ്ദേഹം നേടിയ 2 ഗോളുകളിലുമുണ്ട് ടിപ്പിക്കൽ റൊണാൾഡോ ടച്ച് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ടീമിനെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങളും ഈ 3 ഗോളോടുകൂടെ തീരുന്നു. അതോടൊപ്പം തന്നെ റൊണാൾഡോക്കെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങളും തീരുന്നുള്ള, അതായത് ടീം എന്നുള്ള നിലയിൽ പൂർണ്ണമായും സംശുദ്ധീകരിക്കാൻ പറ്റി പോർച്ചുഗലിന് എന്നുള്ളതാണ് എനിക്ക് ഈ മത്സരത്തെ തൊടുന്നത്. മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ 42-ാം വയസ്സിലും എന്നെ എഴുതിത്തള്ളാനായിട്ടില്ല എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ മത്സരത്തിന് മുമ്പ് എനിക്ക് ഓർമ്മ വന്നിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. നമുക്കറിയാം 2.5 പതിറ്റാണ്ടോളമായി ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ. അയാൾക്ക് കരിയറിൽ പലതവണ ഇതുപോലുള്ള വീഴ്ചകളിൽ ഉണ്ടായിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടെ വന്ന് ടെൻഹാഗിന് കീഴിൽ നിരാശപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ബ്രൂണോയുമായി ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം അറിയാം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാളെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് ടൂറിനിലെ ഒരു മത്സരമാണ്. അന്ന് റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുമ്പോൾ നിരന്തരമായി അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗാലറി മുഴുവൻ അദ്ദേഹത്തിനെതിരാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ ചാൻഡുകൾ വരുന്നു, വിമർശനങ്ങൾ വരുന്നു. പക്ഷേ ഒരൊറ്റ ഗോളോടുകൂടി, ആ ആകാശത്തോളം ഉയർന്ന ആ ഒരൊറ്റ ഗോളോടുകൂടെ അദ്ദേഹം ആ ഗാലറിയുടെ സ്റ്റാൻഡിങ് ഒവേഷനും വാങ്ങിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. ഒരൊറ്റ നിമിഷം മതി ലോകത്തെ മുഴുവൻ ലോകവും എതിരായി നിൽക്കുമ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആ ലോകത്തെ മുഴുവൻ തന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ എന്നാണ് തോന്നുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേസ്. ഒരിക്കലും ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു 2 പതിറ്റാണ്ടിലേറെയായി നിങ്ങളെ ആനന്ദിപ്പിച്ച, നിങ്ങളെ സന്തോഷിപ്പിച്ച, ഈ ലോക ഫുട്ബോളിൻ്റെ രീതികളെ തന്നെ മാറ്റിമറിച്ച, എല്ലാ കണക്കുകളെയും തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ 90 മിനിറ്റിലെ അദ്ദേഹത്തിൻ്റെ ചെറിയ വീഴ്ചകൾക്ക് വിമർശിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഫുട്ബോളാണ്. അതിനി തിയറി ഹെൻറി ആയാലും സാധാരണക്കാരനായ ഞാനും മനസ്സിലാക്കേണ്ടത് ഫുട്ബോളാണ്. അത് തട്ടുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അയാൾ തിരിച്ചു വരും എന്നുള്ള സംശയമില്ല. തീർച്ചയായിട്ടും രോമാഞ്ചം തോന്നുന്നു ശരിക്കും പറഞ്ഞു നിർത്തുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആദ്യത്തെ കളി മാർട്ടിനസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളോ അല്ലെങ്കിൽ തന്ത്രങ്ങളുടെ പാളിച്ചയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിലുപരി പ്രകടമായി കണ്ടത് ടീമിൻ്റെ ഒത്തിണക്കമില്ലായ്മയായിരുന്നു. സെൽഫിഷ് കളിക്കുന്ന താരങ്ങളാണ് എന്നുള്ള ആ ഒരു ആരോപണം അടിവര ഇടുന്ന പ്രകടനമായിരുന്നു കഴിഞ്ഞത്. അതിന് ഒരു ന്യായീകരണം ഉണ്ടാക്കും. ഒരു പക്ഷേ അന്ന് കോങ്കോയുടെ ആ ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധം ഭേദിക്കാൻ കഴിയാഞ്ഞതോ അല്ലെങ്കിൽ സ്വന്തം ഹാഫിൽ തന്നെ കൂടുതൽ നേരം പന്ത് വെച്ചതോ ഒക്കെ ആയിരിക്കാം കാരണം. പക്ഷേ ഇന്നലെ 2 മാറ്റങ്ങളുമായിട്ടാണ് ടീം കളത്തിൽ ഇറങ്ങുന്നത് തന്നെ. ആ 2 മാറ്റങ്ങൾ കളിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റ് എത്രത്തോളമുണ്ട്? കാരണം കൂടുതൽ ഊർജ്ജസ്വലമാകുന്നുണ്ട് കാര്യങ്ങൾ, കൂടുതൽ പാസുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, മധ്യനിര കൂടുതൽ ശക്തമായിട്ട് കഴിഞ്ഞ കളിയിലുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ എല്ലാം വിറ്റിഞ്ഞയും മറ്റ് അദ്ദേഹവും തമ്മിലുള്ള ഒത്തിണക്കം അവിടെ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റൊണാൾഡോ അവകാശപ്പെടുന്നത് പോലെ പോർച്ചുഗൽ തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ആ ഇതിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ഫൈസൽ കയുടെ ഒരു ആവേശത്തിലുള്ള ഒരു വാക്കുകൾ കേൾക്കായിരുന്നു. അദ്ദേഹം ശരിക്കൊരു ബ്രസീലിൻ്റെ ഒരു ഹാർഡ് ഫാനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അദ്ദേഹം റിയൽ ഫുട്ബോൾ ഫാനാണ്. അതാണ്, അതിലാണ് നമ്മൾ പറയുന്നത്. കാരണം ക്രിസ്ത്യാനോ ഇന്നലെ എങ്ങനെയാണ് ആളുകൾ നോക്കിക്കാണുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ്, അത് ശരിക്കും ഫൈസൽക്ക് അത് അതിൻ്റെ ഒരു വൈകാരികത ഒക്കെ ഉൾക്കൊണ്ട് തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇതിപ്പോൾ അനുപേട്ടൻ ചോദിച്ചിലേക്ക് വരികയാണെങ്കിൽ, അവരിന്നലെ ഫോർമേഷനിലേക്ക് ഇറങ്ങുന്നതും കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയ അതേ ഫോർമേഷൻ തന്നെയാണ്. അവർക്ക് ആ ഫോർമേഷൻ പോലും ഒന്നും മാറ്റിയില്ല. അതേ താരങ്ങളെ 2 പേരെ മാറ്റി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു. അവിടെ ജാവോ ഫെലിക്സ് വന്നത്, ആ വരവ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കോംബോ, അതായത് അൽ നസറിലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫെലിക്സ് കോംബോയുണ്ട്. യഥാർത്ഥത്തിൽ ഫെലിക്സിനെ അൽ നസറിൽ എത്തിക്കുന്നതും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോംബോ ഇന്നലെ അവിടെ വർക്കൗട്ടായി എന്നുള്ളതും അവരുടെ ആ കെമിസ്ട്രി അത് നന്നായിട്ട് ആ ഗ്രൗണ്ടിൽ നന്നായിട്ട് കണ്ടു കേട്ടോ. കാരണം ഇന്നലെ ജാവോ ഫെലിക്സിൻ്റെ ഓരോ നീക്കങ്ങൾ കാണുമ്പോഴും അത് ക്രിസ്ത്യാനോ റൊണാൾഡോയും അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ കാണുമ്പോൾ നല്ല രസകരമായിട്ട് ആ ഒരു കോംബോ തന്നെയാണ് ഇന്നലത്തെ അവിടെ വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ റൂബൻ ഡയസ് അപ്പുറത്ത് പ്രതിരോധത്തിൽ വരുമ്പോൾ പോലും
ഇവിടെ ഈ മുന്നേറ്റത്തിൽ അവർക്കുണ്ടായിരുന്ന എല്ലാ വശങ്ങളും, കാരണം കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് ആ പ്രതിരോധത്തിൽ വലിയ പാളിച്ചകളൊന്നും അല്ല വന്നിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോ നിറം മങ്ങുന്നു, അവിടെ മുന്നേറ്റത്തിലേക്ക് അദ്ദേഹത്തിന് പന്തെത്തിച്ച് കൊടുക്കുന്ന മിഡ് പരാജയപ്പെടുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു വലിയ പ്രശ്നം തന്നെ. ഇപ്പോൾ സിൽവ ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ അതിൽ പരാജയപ്പെടുന്നതും, ബ്രൂണോ ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ അതിൽ നിന്ന് പരാജയപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നത് ജാവോ ഫെലിക്സിനെ അവിടെ ഇറക്കിയത് തന്നെയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിനെ കളിക്കാൻ ഇറക്കിയിട്ടില്ല എന്നുള്ളത് കോച്ച് ചെയ്ത ഏറ്റവും വലിയ പാതകമായിരുന്നു ആ ടീമിനോട്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അതുപോലെ തന്നെ വിമർശനം ഏറ്റുവാങ്ങിയത് ക്രിസ്ത്യാനോയെ എന്തിന് 90 മിനിറ്റ് കളിപ്പിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവിടെ വിമർശകരെ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളതും കാര്യമാണ്. കാരണം ക്രിസ്ത്യാനോ തീർത്തും നിറമങ്ങുന്ന ഒരു സാഹചര്യത്തിൽ, അദ്ദേഹത്തിനൊന്നും കഴിയാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന് പകരം ജാവോ ഫെലിക്സിനെ പോലെയുള്ള താരങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇറക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടം ആ ഒരു മത്സരം പിന്നിട്ടു. അതിനുശേഷം രണ്ടാമത്തെ മത്സരത്തിലേക്ക് അവർക്ക് നിർണായകമായ മത്സരം വരുന്നു. കോങ്കോ ശരിക്ക് ഒരു പ്രതിരോധം, അന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള സാമുവൽ മുത്തുസ്വാമി, അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ എന്ന് പറയുന്നത് ക്രിസ്ത്യാനോയെ വളഞ്ഞിട്ട് പൂട്ടുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ ഒരു പ്രകടനം, കോങ്കോ പ്രതിരോധം അവിടെ അന്ന് വിജയിക്കുന്ന ഒരു കാര്യം കൂടി കാണുന്നുണ്ടായിരുന്നു. അതിൽ പിന്നെ ക്രിസ്ത്യാനോയോ പിന്നെ ഒരു തരത്തിൽ മുന്നോട്ട് എത്തിക്കാൻ, അദ്ദേഹത്തിലേക്ക് പന്തെത്തിക്കാൻ കോങ്കോ താരങ്ങളും എത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവരും നടത്തുന്നത് കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ, അതായത് ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരത്തിൽ അവർ ഇറങ്ങുന്നത് എന്നുള്ളതും അതിൽ നിർണായകമായ 2 മാറ്റങ്ങൾ തീർച്ചയായിട്ടും അത് പോർച്ചുഗലിൻ്റെ ഇന്നലത്തെ വിജയത്തിന് അത് നിർണായകമായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇന്നലെ ടോട്ടലി നോക്കുമ്പോൾ ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒക്കെ പ്രകടനം എന്ന് പറയുന്നത് തീർച്ചയായും നേരത്തെ ഫൈസൽക്ക് പറഞ്ഞ പോലെ തന്നെ ആദ്യ കളിയിൽ ഭയങ്കര വിമർശനമായിരുന്നു. കാരണം ബ്രൂണോ അവിടേക്ക് എത്തിക്കുന്നില്ല, പന്തെത്തിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഒരു അസിസ്റ്റ് നൽകി അതിലൊരു ഗോൾ പിറന്ന് ആ ഒരു വിമർശനങ്ങളെല്ലാം പൊളിക്കുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ക്രിസ്ത്യാനോ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, പോർച്ചുഗലിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം അവർ ഈ നേഷൻസ് ലീഗിൻ്റെ കിരീടം നേടിക്കൊണ്ടാണ് അവർ ലോകകപ്പിലേക്ക് എത്തുന്നത്. യൂറോപ്പിലെ ഏറ്റവും മികച്ച യൂറോ പിന്നെ കപ്പ് ഫുട്ബോൾ ആണെങ്കിലും നേഷൻസ് ലീഗ് ആണെങ്കിലും അത് യൂറോപ്യൻ ഫുട്ബോളിൻ്റെ വലിയൊരു അവർ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് ലോക ഫുട്ബോളിനെ നന്നായി സ്വാധീനിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അവിടേക്ക് പോർച്ചുഗൽ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ നേഷൻസ് ലീഗിൽ സ്പെയിനെ, അതായത് കിരീടം നേടാവുന്ന ഏറ്റവും ഫേവററ്റ്, ഈ ലോകകപ്പിലെ ഫേവററ്റുകളാണ് സ്പെയിൻ എന്ന് പറയുന്നത്, അവരെ തോൽപ്പിച്ചാണ് പോർച്ചുഗൽ എത്തുന്നത്. അപ്പോൾ പോർച്ചുഗലും കൂടി ഈ ലോകകപ്പിലേക്ക് വരവറിയിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇത് ലാസ്റ്റ് ഡാൻസ് ആണ്, അദ്ദേഹത്തിന് കിരീടം വേണമെന്ന് അല്ലെങ്കിൽ കിരീടം ഉണ്ടാകുമെന്നൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടാകുന്ന താരങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരാധകരുണ്ട്. അപ്പോൾ ആ രീതിയിൽ എത്തുന്ന ഒരു പോർച്ചുഗലും കൂടിയാണ് ലോകകപ്പിലേക്ക് വന്നത്. പക്ഷേ കോങ്കോക്കെതിരെ നിരാശപ്പെടുത്തിയത് കണ്ടപ്പോൾ നമ്മളൊക്കെ വലിയ നിരാശയിലായി. ശരിക്കും ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോയുടെ ഒരു പ്രകടനം അന്ന് നിരാശപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മുക്തമായിട്ട് ഇന്നലെ ആ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. അവരുടെ എല്ലാ ഫോർമേഷൻ ആണെങ്കിലും അവരുടെ മാറ്റങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും അവരെ അത് വിജയിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നലത്തെ സ്റ്റാറ്റിക്സ് അത് പ്രകടമാക്കുന്നുണ്ട്. കാരണം ഇന്നലെ അവർക്ക് ജയിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. അത് വെറും ജയം പോരാ എന്നുള്ളതും അവരുടെ മനസ്സിലുണ്ടായി. അതായത് നോക്കൂ, 66% ബോൾ പൊസിഷനേ ഉള്ളൂ. മറ്റു ഭാഗത്ത് എതിർപ്പ് ശക്തമായിരുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ 15 ഷോട്ടുകൾ ഗോൾ മുഖത്തേക്ക് അവർ പായിച്ചിട്ടുണ്ട്. അതിൽ 9 എണ്ണവും ഗോളിലേക്കാണ്, ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. 92% പാസ് ആക്യുറസി. പാസിൻ്റെ കാര്യമാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പറയുന്നത്. കഴിഞ്ഞ കളിയിൽ ആകെ തകർന്നു പോയ കൃത്യമായിട്ടുള്ള പാസ് കണക്ടിവിറ്റി പോലും ഇല്ലാതിരുന്ന കളിയാണ്. പക്ഷേ 14ഓളം ഫൗളുകൾ അവർ വരുത്തിയിട്ടുണ്ട്, മറുഭാഗത്ത് 15 ഫൗളുകളും വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിലും 3 കോർണറുകളോളം സമ്പാദിക്കുന്ന ഒരു ഘട്ടവും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്നുള്ള മുന്നോട്ടുള്ള പോക്കാണല്ലോ. നമുക്കിപ്പോൾ 1-ാം സ്ഥാനത്ത് എത്തിയെന്ന് പറഞ്ഞാലും അവിടെ സ്ഥാനം സുരക്ഷിതമല്ല പോർച്ചുഗലിനെ സംബന്ധിച്ചപ്പോൾ. 2 കളിയിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിൻ്റാണ്. കൊളംബിയയ്ക്കും 4 പോയിൻ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഉസ്ബെക്കിസ്ഥാനും ഫലത്തിൽ ഏറെക്കുറെ പുറത്തായിട്ടുണ്ട്. കോങ്കോ 2 പോയിൻ്റുമായി അവിടെ നിൽക്കുന്നു. അവസാന കളിയിലേക്ക് വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഗ്രൂപ്പ് ചാമ്പ്യൻ ആര് എന്ന് ഇതെല്ലാം പ്രധാനമാണല്ലോ. കാരണം അടുത്ത റൗണ്ടിൽ ആരെയാണ് നേടുക എന്നുള്ളത് നിശ്ചയിക്കേണ്ട ഘട്ടമാണ് അടുത്ത മത്സരം എന്നുള്ളത്, പോർച്ചുഗൽ കൊളംബിയ മത്സരം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത കൂടി നമ്മൾ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോർച്ചുഗലിന് കൊളംബിയയെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. അതല്ല, 1-മതായോ 2-മതോ വരികയാണെങ്കിൽ ആരായിരിക്കും അടുത്ത റൗണ്ടിൽ എതിരാളി, അവിടെ മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാകുമെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പോർച്ചുഗൽ എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തോടു കൂടെ അവർ എന്തായിരുന്നു അവരുടെ ലൂപ്പ് ഹോൾസ് എന്ന് കുറേയൊക്കെ വ്യക്തമായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതിലേറ്റവും പ്രധാനമായി കഴിഞ്ഞ മത്സരത്തിൽ ലെഫ്റ്റ് വിങ്ങിൽ കളിച്ച പെട്രോനെറ്റയെ കൊണ്ടുവന്നിട്ട് റൈറ്റ് വിങ്ങിലേക്ക് അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ജാ ഫെലിക്സ് ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണഗതിയിൽ രണ്ട് വിങ് ബാക്കുകളുടെ പ്രകടനം, ന്യൂനോ മെൻഡസും ജാ കാൻസലോ ഇന്നലെ കളിച്ച അതെ, രണ്ടുപേരും എണ്ണയിട്ട യന്ത്രം പോലെ കളിച്ചു, പാസ് കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് വിറ്റിനോ, നെവസ്, ബ്രൂണോ ശരിക്കും നല്ലൊരു എഞ്ചിനായിരുന്നു. അപ്പം മിഡ്ഫീൽഡ് കൃത്യമായി കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ അവരുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് മിഡ്ഫീൽഡാണ്. ആ മിഡ്ഫീൽഡ് ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ചതായിരുന്നില്ല. പക്ഷേ ബ്രൂണോ കൃത്യമായ ഒരു എഞ്ചിൻ പോലെ വർക്ക് ചെയ്ത മത്സരമായിരുന്നത്. അപ്പം വിറ്റീഞ്ഞ, നെവസ് ആ കോംബോ അനുവേട്ടൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി വർക്കൗട്ട് കൂടെ ചെയ്തതോടുകൂടെ ടീം എന്നുള്ള നിലയിൽ പോർച്ചുഗൽ ഇപ്പോൾ സ്ട്രോങ് ആണ്. മാത്രമല്ല പോർച്ചുഗലിനെ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യാനാണ് ഉസ്ബെക്കിസ്ഥാൻ ശ്രമിച്ചത്. അതിനുള്ളൊരു കാരണം കോങ്കോ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ ഒരു അപകടകാരിയല്ല എന്നുള്ള രീതിയിലൊരു പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അവിടെയും അവർക്ക് പിഴച്ചു എന്നുള്ളതാണ്. റൊണാൾഡോയെ പോലുള്ള ഒരു താരമുള്ളിടത്ത് ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ മത്സരത്തിൽ. ഇനി കൊളംബിയയിലേക്ക് വരുമ്പോഴും ഇനിയിപ്പോൾ നിർണായകമായ മത്സരം അതാണ്, ആരായിരിക്കും ആ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാർ എന്ന് നിർണ്ണയിക്കുന്നത്. ഒരു പക്ഷേ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായാൽ പിന്നീട് ഇപ്പം ഡിയിലെയോ അല്ലെങ്കിൽ ഐയിലെയോ ഒക്കെ മൂന്നാം സ്ഥാനക്കാരുമായിട്ടാണ് മത്സരിക്കേണ്ടി വരിക. താരതമ്യേന ആ ഒരു പൊസിഷനിലേക്ക് വരാവുന്ന ഏറ്റവും മികച്ച ടീം എനിക്ക് തോന്നുന്നത് ഐവറി കോസ്റ്റോ അല്ലെങ്കിൽ ക്രൊയേഷ്യയൊക്കെയാണ് ആ ഒരു പൊസിഷനിലേക്ക്. എന്തായാലും മത്സരം തീരുന്നതോടുകൂടെയുള്ള അറിയാം. രണ്ടാം സ്ഥാനക്കാരാണെങ്കിൽ പോലും L2 ആണ് വരുന്നത് എന്നുള്ളതാണ്. ഈ കെയിലെ രണ്ടാം സ്ഥാനക്കാർക്ക് എൽ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരാണ്. അതായത് ഏതെങ്കിലും ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരെ നേരിടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതിനാൽ തന്നെ ഇതിൽ ഒന്നാം സ്ഥാനക്കാർക്കും രണ്ടാം സ്ഥാനക്കാർക്കും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതായത് ഏറ്റവും ശക്തരായ എതിരാളികളെ റൗണ്ട് ഓഫ് 32 ലഭിക്കില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് പോർച്ചുഗൽ കൊളംബിയക്കെതിരെ ഇതൊരു ടെമ്പോയാണ്. ഈ ടെമ്പോ നിലനിർത്തുക എന്നുള്ളതാണ് ആവശ്യം. നമ്മൾ നാഷൻസ് ലീഗ് നേരത്തെ ജസീം സൂചിപ്പിക്കുകയുണ്ടായി. ആ നാഷൻസ് ലീഗിൽ പോർച്ചുഗലിന് ലഭിച്ചത് അതായിരുന്നു. അവർ ജർമ്മനിയെ തോൽപ്പിച്ചിട്ടാണ് അവർ സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് കടക്കുന്നത്. ആ ഒരു ടെമ്പോയായിരുന്നു യഥാർത്ഥത്തിൽ ഫൈനലിൽ സ്പെയിൻ പോലുള്ള മാസ്മരികമായ ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമിനെ നേരിടാൻ അവർക്ക് കരുത്ത് നൽകിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ ലോകകപ്പിലെ ടോപ്പ് ഫേവറേറ്റുകളിൽ ഒന്നായി വരുന്നു. ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ ലോകകപ്പിൽ അർജൻറ്റീന ഉണ്ടായതുപോലെ ഒരു അപ്രതീക്ഷിതമായ സെറ്റ് ബാക്ക്, അർജൻറ്റീന സൗദിയോട് തോറ്റെങ്കിൽ അതിനോട് സമാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്കോർ ലൈനിൽ മാത്രമേ മാറ്റമുണ്ടായിരുന്നുള്ളൂ. സ്പെയിൻ പിടിച്ചതുപോലെ കേപ്പ് വെർഡെയോട് കുടുങ്ങിയതുപോലെ ഒരു സമനിലയായിരുന്നില്ല കോങ്കോക്കെതിരെ പോർച്ചുഗലിന് ലഭിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. വിമർശനങ്ങൾ ഉയരാനുള്ള ഒരു പ്രശ്നം, ഒരു ടീം ഒന്നടങ്കം അവരുടെ ഒരു ജയത്തിനുള്ളൊരു താല്പര്യമില്ല, ഒരു അടങ്ങാത്ത പോരാട്ട വീര്യം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ഫുട്ബോളിൽ. ഓരോ നിമിഷവും നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. ഒരൊറ്റ സെക്കൻഡ് പാളിച്ചുകൊണ്ട് ഒരു മത്സരം കൈവിട്ടു പോകും. പക്ഷേ ആ ഒരു തേഴ്സ്റ്റ് ഇല്ലാതെ വിക്ടറിക്ക് വേണ്ടിയുള്ളൊരു തേഴ്സ്റ്റില്ലാതെ പോകുന്ന ഒരു പ്രശ്നം അത് കണ്ടിരുന്നു. പക്ഷേ ഇന്നലെ അങ്ങനെയല്ല കണ്ടത്. അപ്പം ഉസ്ബെക്കിസ്ഥാനെ ഈ 5 ഗോള് അടിച്ചതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാനെ അങ്ങനെ മോശമായി കാണേണ്ടതില്ല എന്നാണ് എനിക്ക് കാണുന്നത്. ഈ ഉസ്ബെക്കിസ്ഥാൻ ഏഷ്യ കപ്പിലൊക്കെ കളിക്കുമ്പോൾ ഞാൻ അവരുടെ മത്സരം നേരിട്ട് കണ്ടതാണ്. ഏഷ്യയിൽ നിന്ന് വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. നാളെ ഈ ജപ്പാനെയും കൊറിയയൊക്കെ മറികടന്ന് ഉസ്ബെക്കിസ്ഥാൻ ഞാൻ പറയുന്നു ഏഷ്യ കപ്പ് അവർ അടിക്കും. ഈ ഫൈസലേവിനെ പോലുള്ള ഒരു താരമുണ്ട്, ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച താരമായി മാറാൻ ഒരു താരങ്ങളിൽ ഒരാളാണ്, യുവതാരങ്ങളിൽ ഒരാളാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ഏതോ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് തോന്നുന്നു, മുമ്പ് റഷ്യൻ ലീഗിൽ ഒക്കെ ആയിരുന്നു. വളരെ പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന് ആ തരത്തിൽ മൂവ് ചെയ്യാൻ സാധിച്ചില്ല. 2 തവണ അദ്ദേഹം പരീക്ഷിച്ചിരുന്നു. അതെ അതെ. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം, മികവ് എന്ന് പറയുന്നത് അതിൽ കൂടുതലാണ്. പക്ഷേ ഇന്നലെ തുടർച്ചയായി അവരെ സംബന്ധിച്ചിടത്തോളം ഈ പോർച്ചുഗൽ മിഡ്ഫീൽഡ് കളം വാണതോടുകൂടെ ഉസ്ബെക്കിസ്ഥാന് അവരുടെ കണക്കുകൂട്ടലെല്ലാം പിഴച്ചു. അവർക്ക് അവരുടെ ഫൈനൽ തേർഡിലേക്ക് പന്തെത്തിക്കാൻ പറ്റാതെയായി. കളി മുഴുവൻ പോർച്ചുഗലിൻ്റെ ആയി പോയി. ഇപ്പോൾ കനവാരൊക്കെ ഇന്നലെ നിസ്സഹായനായി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. കാരണം ഇറ്റാലിയൻ ഇതിഹാസം. അപ്പോൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് ഒരാളും കനവാരൊക്കെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അതിൽ പെട്ടുപോയി എന്നാണ്. എന്തായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വെദർ ഇറ്റ് ഈസ് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാലും ഇനിയിപ്പോൾ രണ്ടാം സ്ഥാനക്കാരായാലും വലിയ ആശങ്ക റൗണ്ട് ഓഫ് 32 ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ രസകരമായ ഒരു കാര്യം, പോർച്ചുഗലും അർജൻറ്റീനയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് മുന്നോട്ട് പോകുന്നത് വെച്ചാൽ
നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു മത്സരമുണ്ട്, മെസ്സി റൊണാൾഡോ പോരും. അത് ക്വാർട്ടർ ഫൈനലിൽ നടക്കും എന്നുള്ളതാണ്. അത് രണ്ട് ടീമും, ഞാൻ ആഗ്രഹിക്കുന്നത് ആ രണ്ട് ടീമും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവട്ടെ. ഇനിയില്ലെങ്കിൽ നമുക്കത് കാണാൻ കഴിയില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തവണയെങ്കിലും ഓക്കെ രണ്ടാലൊരു ടീം പോകും, അത് നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറും ഒക്കെ അവർ ഒഴിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു ശൂന്യത, ലോകകപ്പിൻ്റെ ഒരു ആവേശം നമ്മളിൽ നിന്ന് ഇങ്ങനെ ചോർന്നു പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മളൊരു ആവേശം എന്താ, നെയ്മർ ഇന്ന് കളിക്കും, നെയ്മർ കൂടെ വരുമ്പോൾ ആ ഒരു ഇപ്പോൾ എംബാപ്പയും മെസ്സിയും റൊണാൾഡോയും എല്ലാവരും നെയ്മറും ഒക്കെ ഗോളടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ കളി കാണാനുള്ള ആവേശം വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ പുറത്തു പോകുക, മെസ്സിയോ നെയ്മറോ പുറത്തു പോകുക എന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണ്. ആസ് എ ഫുട്ബോൾ ഫാൻ, ഇപ്പം പേഴ്സണലി ഒരു ബ്രസീൽ ഫാനിനെ സംബന്ധിച്ച് അർജന്റീന പുറത്തു പോകണമെന്ന് നമ്മൾ പറയും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഏറ്റവും അവസാനമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ഓക്കെ ക്വാർട്ടർ ഫൈനൽ എന്നൊക്കെ പറയുന്നത് എൻഡിലേക്ക് അവസാന എട്ടിലെത്തുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മത്സരം നടക്കട്ടെ. ഇവർക്ക് ലോകത്തിന് സമ്മാനിക്കാവുന്ന ഏറ്റവും മനോഹരമായ മുഹൂർത്തമായിരിക്കും അങ്ങനെ ഒരു മത്സരം ഉണ്ടാവുകയാണെങ്കിൽ. മെസ്സി ക്രിസ്ത്യാനോ പോര് ഒരുപാട് കാലം ഇപ്പോൾ നടന്നിട്ട്, ശരിക്കും ലാലിഗയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ലാലിഗ കളിക്കുന്ന സമയത്ത് ഇപ്പോൾ റയലും ക്രിസ്ത്യാനോ ബാഴ്സയിലും മെസ്സിയും ഒക്കെ കളിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിൽ അങ്ങനെ ഒന്ന് കാണാമായിരുന്നു. പിന്നീട് കുറേ കാലം ഫുട്ബോൾ പ്രേമികൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ലെങ്കിൽ മെസ്സി സൗദിയിലേക്ക് പോയിട്ടെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനോ അമേരിക്കയിലേക്ക് മേജർ ലീഗ് സോക്കറിലേക്ക് പോയിട്ടെങ്കിലും നമുക്ക് ആ ഒരു മത്സരം കാണണം എന്നുള്ളത്. അത് വൈസൽക്ക് പറഞ്ഞത് ശരിയാണ്. കാരണം ഇനി നമുക്ക് അത് കാണാനുള്ള അതിൻ്റെ ഒരു ലാസ്റ്റ് ഡാൻസ് കൂടി ചിലപ്പോൾ ലോകകപ്പിലായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരിക്കും. വേറൊന്നുള്ളത്, ഇന്നലെ പിന്നെ ഈ ക്രിസ്ത്യാനോ ഫോം ഔട്ടായ ആ കോങ്കോക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം കയറിപ്പോകുന്ന അന്നത്തെ മത്സരത്തിൽ മെസ്സി ചാൻഡുകളാണ് അന്ന് ഉയരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുഖത്ത് നോക്കി മെസ്സി മെസ്സി എന്ന് വിളിക്കുന്ന വലിയ അദ്ദേഹത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്നുള്ളത് തന്നെ പറയാം. കാരണം സൗദിയിലടക്കം അദ്ദേഹം ആ കാര്യം കണ്ടതാണ്. അല്ല ജസീം, അത് വെറുപ്പ് എന്നുള്ളതല്ല, ഒരു ഡിബേറ്റ് ഉണ്ട് ഹൂ ഇസ് ബെസ്റ്റ് എന്നുള്ളത്. മാത്രമല്ല അത് രണ്ട് താരങ്ങളെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്ന അതല്ല പ്രശ്നം. അതൊരു മാർക്കറ്റാണ്. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന മാർക്കറ്റിലെ ഏറ്റവും വലിയ രണ്ട് ഐക്കണാണ് ക്രിസ്ത്യാനോയും മെസ്സിയും. അപ്പം മാർക്കറ്റ് വൈസ് മെസ്സിക്കും മുകളിലാണ് ക്രിസ്ത്യാനോ എന്നുള്ളത്. അപ്പം ഇവിടെയുള്ളൊരു ഡിബേറ്റ് എന്നതിനപ്പുറത്തേക്ക് ഇവർ രണ്ടുപേരും ഈ മാർക്കറ്റിലെ രണ്ട് ദ്വന്ദ്ങ്ങളാണ്. അതിനിടയിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു താരത്തെ നിരന്തരം ഡിസ്ഗ്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. നമുക്കത് മെസ്സി എന്നുള്ള പേര്, ക്രിസ്ത്യാനോ അദ്ദേഹത്തിൻ്റെ പ്രകടനം, അദ്ദേഹം ഗോളടിച്ചാലും മെസ്സി ചാണ്ടാണ്, അദ്ദേഹം മോശമാക്കിയാലും മെസ്സി ചാണ്ടാണ്. സ്വാഭാവികമായിട്ടും ഈ മെസ്സി എന്നുള്ളത് അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹം ആ സമയത്ത് പലപ്പോഴും പല ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നത് വലിയ ഇതായിട്ടുണ്ട്, വൈറലായിട്ടുള്ള വിഷ്വലുകളാണ്. ഇന്നലെ ഈ മത്സരത്തിന് ശേഷം മെസ്സിയെക്കുറിച്ച് ഇന്നലെ മാധ്യമപ്രവർത്തകരും ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നത് ഇതാണ്, മെസ്സിയുടെ റെക്കോർഡിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ദേഷ്യപ്പെട്ടിട്ടാണ് പറയുന്നതാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത്, അതേക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. മെസ്സിയെക്കുറിച്ച് എനിക്കൊന്നും അദ്ദേഹം ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നിരാശയാണോ പ്രതീക്ഷയാണോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞൊരു വാചകം പ്രസക്തമാണ്. കാരണം ഒരു ലോകകപ്പ് നേട്ടം കൊണ്ടല്ല ഒരു ആൾ വിശുദ്ധനാകുന്നത് അല്ലെങ്കിൽ ഇതിഹാസമാകുന്നത്. അത് 11 പേർ കളിക്കുന്ന 6-7 കളികൾ നീളുന്ന ഒരു ടൂർണമെൻറ്റ് മാത്രമാണ് ലോകകപ്പ്. അതിനെ മറിച്ച് ഞാൻ എന്താണെന്ന് തെളിയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് റൊണാൾഡോ ഈ ലോകകപ്പിന് മുമ്പ് പറഞ്ഞത്. അത് അദ്ദേഹം കഴിഞ്ഞ ലോകകപ്പിനെ പറ്റി തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ലോകകപ്പ് ഞങ്ങൾ അടിക്കുമെന്നായിരുന്നു. പക്ഷേ ആ ലോകകപ്പ് കഴിഞ്ഞ് തോറ്റ് പുറത്തായതിന് പിന്നാലെ ഉണ്ടായ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് മാറ്റം വ്യക്തമാക്കിയത്. പക്ഷേ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് മെസ്സിക്കൊപ്പം എത്തണം, ലോകകപ്പ് നേടണം എന്നുള്ള കാര്യം. ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നതും ഈ ലോകകപ്പ് നേടാൻ പ്രചോദിപ്പിക്കുന്നതും ആ മെസ്സി എന്ന വാചകം തന്നെയായിരിക്കും. തീർച്ചയായും അദ്ദേഹത്തെ ഒരേ സമയം അത് പ്രകോപനം. ഈ ഒരു സിനിമാ വാചകം ഉണ്ടല്ലോ, ഈ എന്താ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. അതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇൻസൾട്ട് ചെയ്യാനാണ് മെസ്സിയെ എന്നുള്ള പദം പലരും ഉപയോഗിക്കുന്നത്. അത് ഈ പലപ്പോഴും ഫുട്ബോളിലെ താരതമ്യം നമുക്കറിയാം. ഈ മറഡോണയുമായി മെസ്സിയെ താരതമ്യം ചെയ്യുക, പെലെയുമായി റൊണാൾഡോയെ താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ ഇരുവരെയും താരതമ്യം ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ താരതമ്യം ഫാൻ ഫൈറ്റിൽ നല്ലതാണെങ്കിലും ഇത് ശരിക്കും ഈ താരതമ്യത്തിൽ ഒന്നുമില്ല. ഇത് ശരിക്കും ബുദ്ധിശൂന്യതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് രണ്ട് കാലഘട്ടങ്ങളിലായി കളിക്കുന്ന രണ്ട് താരങ്ങൾ. ഇപ്പോൾ
പെലെയുടെ കാലത്തെ മറഡോണയുടെ കാലത്തെ ഫുട്ബോളല്ല. ഫുട്ബോൾ ഓഫ് കോഴ്സ് ഒരു ബോളും 90 മിനിറ്റും 11 താരങ്ങൾ, ഇത് റഫറി മാറ്റി നിർത്തിയാൽ ഫുട്ബോൾ മാറുന്നുണ്ട്. ഓരോ 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ഫിഫ ഓരോ ടൂർണമെൻറ്റ് കഴിഞ്ഞാലും അവരുടെ ടെക്നിക്കൽ ടീം ഈ കളിയെ പഠിക്കാറുണ്ട്. ആ പഠനങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഫുട്ബോളിൽ എത്രത്തോളം പരിണാമമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതൊരു പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വിസിബിൾ ആവില്ല. ഫുട്ബോൾ കൂടുതൽ മാൻ ടു മാൻ മാർക്കിങ്ങിലേക്ക് വരുന്നു, കൂടുതൽ ടെക്നിക്കലാകുന്നു. അപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ വിഷ്വൽസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം 70കളിലെ ഫുട്ബോൾ ഇങ്ങനെയായിരുന്നില്ല. പെലെയുടെ കാലത്തെ ഫുട്ബോൾ ഇങ്ങനെയല്ല, മറഡോണയുടെ കാലത്തെ ഫുട്ബോൾ ഇങ്ങനെയല്ല. അപ്പോൾ ഈ കാലങ്ങൾ, 2 കാലങ്ങളിൽ കളിച്ച താരങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല മെസ്സിയെ പോലെ ഒരു പ്ലേ മേക്കിംഗ്, ഒരു ഫാസ്റ്റ് നയൻ പൊസിഷനിൽ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരത്തെയും ഒരു പക്ഷേ കരിയറിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു 2014 ശേഷം പൂർണ്ണമായും ഒരു സെൻട്രൽ സ്ട്രൈക്കിങ്ങിലേക്ക് മാറിയ ക്രിസ്ത്യാനോ റൊണാൾഡോയും താരതമ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അവരടിച്ച ഗോളുകൾ മാത്രമാണ്. എങ്ങനെയാണ് മിഡ്ഫീൽഡിനോട് ചേർന്ന് കളിക്കുന്ന, ഡീപ്പിൽ കളിക്കുന്ന മെസ്സിക്ക് കിട്ടിയ പാസുകളും മെസ്സി നൽകുന്ന അസിസ്റ്റുകളും ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി താരതമ്യം ചെയ്യാൻ കഴിയുക? അത് അബ്സേർഡാണ്. നമ്മൾ അങ്ങനെ ഒരു താരതമ്യത്തിലേക്ക് പോകുന്നത് ഫാൻ ഫൈറ്റിൽ അതാവാം, ഓക്കെ, പക്ഷേ അതൊരു എന്താ പറയുക, മാധ്യമങ്ങൾ പോലും അത് പല ഫുട്ബോൾ താരങ്ങൾ പോലും അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത്, ഇപ്പം ഹെൻറി വിമർശനം ഉന്നയിച്ചത്, ഇതെല്ലാം വിവാദങ്ങളാണ് ഇപ്പോൾ ക്യാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഏത് മേഖലയിലാണെങ്കിലും വിവാദത്തിനൊരു അല്പം മരുന്നിട്ട് കൊടുത്താൽ അതങ്ങ് ഫയർ ആയിക്കോളും, അതങ്ങ് കത്തിപ്പിടിച്ചോളും. അതിനു വേണ്ടിയുള്ള കേവല വിവാദങ്ങൾക്ക് വേണ്ടിയുള്ള വാഗ്വാദങ്ങൾ എന്ന അപ്പുറത്തേക്ക് ഈ 2 താരങ്ങളെ താരതമ്യം ചെയ്യുന്നത് അബ്സേർഡാണ്. ഇവരും അവരുടേതായ മേഖലകളിൽ മികച്ചവരാണെന്ന് വിശ്വസിക്കുന്നവരാണ്. 2 പേരും ഗോട്ടാണ്. ആരാണ് ഗോട്ട് എന്നുള്ളതാണ് ഇപ്പോൾ നല്ല ചർച്ച നടക്കുന്നത്. ഇപ്പോൾ ഇന്നലെ സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് ഇന്നലെ പറയുന്നുണ്ട് പെലെയെയോ മാറഡോണയോ ഒന്നും മെസ്സിയായിട്ട് കമ്പയർ ചെയ്യരുത്, മെസ്സി വേറൊരു ഇതിഹാസം. അല്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അത് നമ്മൾ മാനിച്ച് അങ്ങനെ ട്രൈ ചെയ്യാന്നുള്ളത്. എൻ്റെ ആശങ്ക മറ്റൊന്നുമല്ല. കാരണം ഈ 90 മിനിറ്റും റൊണാൾഡോ കളിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിരിക്കാം ആ ടീമിനെ സംബന്ധിച്ചും. പക്ഷേ അദ്ദേഹത്തെ അത്രയും കളിപ്പിക്കണമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. കാരണം ഇന്നലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി, അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വലിയ ഇഞ്ചുറി ആകാതിരിക്കട്ടെ, കാരണം ശക്തമായിട്ട് കാലിൽ അടികൊണ്ടിട്ടുണ്ട്. അദ്ദേഹം അവസാന ഘട്ടത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തെ 90 മിനിറ്റും, ഇപ്പോൾ പ്രത്യേകിച്ച് 2 ഗോൾ, മെസ്സിയുടെ കാര്യം നമുക്കറിയാലോ, അദ്ദേഹം ഹാട്രിക് നേടിയത് പിന്നാലെ അദ്ദേഹത്തെ പിൻവലിക്കുന്നു, കോച്ച് ധൈര്യപൂർവ്വം പിൻവലിക്കുന്നുണ്ട്. അതേ രീതിയിൽ പരീക്ഷിക്കണോ കരുതണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അദ്ദേഹത്തെ മുന്നോട്ടുള്ള പോക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണല്ലോ റൊണാൾഡോ അവിടെ ഉണ്ടാവുക എന്നുള്ളത്. അല്ല, ഒരു 70 മിനിറ്റ് വരെയൊക്കെ മാക്സിമം കളിപ്പിച്ചാൽ മതി എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹം എത്രയും പ്രായം ഏജസ് ജസ്റ്റ് നമ്പർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും കളിക്കളത്തിലെ ഫിറ്റ്നസ് നിലനിർത്തുക, അദ്ദേഹത്തിന് മുന്നോട്ടുള്ള ഇനിയുള്ള മത്സരങ്ങളും കൂടിയും കാണല്ലോ. കാരണം ഈ ഒരു മത്സരത്തോടു കൂടി അവസാനിക്കുന്നതാണെങ്കിൽ ഓക്കെ ഫുൾ ടൈം കളിപ്പിക്കുക എന്നുള്ള, പക്ഷേ ഇത് അവസാനിക്കുന്നതല്ലല്ലോ. കാരണം പ്രീ ക്വാർട്ടറിലേക്ക് അടുത്ത റൗണ്ടുകളിലേക്ക് പോകണം, റൗണ്ട് ഓഫ് 32. അതെ, അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെയൊക്കെ ഫിറ്റ്നസ് നോക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത മത്സരത്തിലേക്ക് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത കൂടി നോക്കിയിട്ട് വേണം അദ്ദേഹത്തെ കളിപ്പിക്കാൻ എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ പോർച്ചുഗലിന് തന്നെയാണ് നഷ്ടം എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് റോബർട്ടോ മാർട്ടിനസിന്റെ ഒരു ഈഗോ അവിടെ വർക്കൗട്ട് ആയോ എന്നുള്ളതാണ്. ആദ്യ മത്സരത്തിൽ റൊണാൾഡോയുടെ സബ് ചെയ്യണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് റോബർട്ടോ മാർട്ടിനസ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തൊരു സബ് ചെയ്യണം, ഞങ്ങൾ ഏറ്റവും എക്കാലത്തെയും വലിയ സ്കോററാണ് അയാൾ, ഞാൻ ഏത് നിമിഷവും സ്കോർ ചെയ്യാൻ കൽപ്പിള്ളവരാണ്, അയാളെ ഞാൻ എന്തിനു സബ് ചെയ്യണമെന്ന് മാർട്ടിനസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങ് സബ് ചെയ്യാൻ പോകുന്നില്ല, റൊണാൾഡോ 90 മിനിറ്റും എനിക്ക് കീഴിൽ കളിക്കാൻ കേപ്പബിൾ ആണ് എന്നൊരിക്കൽ കൂടി തെളിയിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നുകൂടെ ഉണ്ടായിരുന്നു, ഒരു ഗോൾ കൂടി റൊണാൾഡോക്ക് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതൊരു ഹിസ്റ്ററി ആകുമായിരുന്നു എന്നുള്ളതാണ്. ഈ 21st സെഞ്ച്വറിയിൽ ആദ്യമായി ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ഏക താരമായി മാറുമായിരുന്നു റൊണാൾഡോ എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിൻ്റെ ഒരു അവസരം കൂടെ റൊണാൾഡോക്ക് നൽകാം എന്ന് കോച്ച് ഇതുണ്ടോ, പക്ഷേ എങ്കിൽ പോലും അതത്ര നല്ലതല്ല എന്നുള്ളതാണ്. ഒരു സ്പെയിനെതിരെ അതെ, ഒരു നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ഏജ് പറഞ്ഞതുപോലെ തന്നെ അത് നമുക്ക് എല്ലാവർക്കും ഒരു 70 മിനിറ്റിന് ശേഷം ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരല്പം ടയേർഡായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ പന്ത് ടച്ച് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രകടമായിരുന്നു. അതുകൊണ്ട് കരുതുന്നത് നല്ല ഏജ് ടെസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോഴേ നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഏജ് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. 39 41കാരനായ റൊണാൾഡോയെ പറ്റി പറയുമ്പോൾ ഇന്ന് 39 വയസ്സ് തികഞ്ഞ സാക്ഷാ ലയണൽ മെസ്സിയെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിന് ടാക്ടിക്സിൻ്റെ വക ജന്മദിനാശംസകൾ കൂടി നമ്മൾ നേരുകയാണ്. അപ്പോൾ 39ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മെസ്സിയോട് കൂടി എന്താണ് നമുക്ക് പറയാനുള്ളത് ഫൈസൽ?
ഇതിങ്ങനെ തുടരുക, നമ്മളിതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ക്വാർട്ടർ ഫൈനൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവിടെ എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, മെസ്സി പോകണോ അല്ലെങ്കിൽ റൊണാൾഡോ പോകണോ. പക്ഷേ കഴിയാവുന്നിടത്തോളം ഇതിങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ ഇപ്പം ഏജ് ജസ്റ്റ് നമ്പറാണല്ലോ, അവർക്ക് എത്രത്തോളം കളിക്കാൻ കഴിയുമോ അത്രത്തോളം കളിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. കാരണം ഈ മെസ്സി കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കളിച്ച കളി എന്ന് പറയുന്നത്, ഇത് 39 വയസ്സായ ഒരു മനുഷ്യനാണ് ആ കളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ ഇത്രയും മനോഹരമായി കളിക്കുന്നത്? ഒരു ആദ്യ മത്സരത്തിലെ ഹാട്രിക്, അത് മാത്രമല്ല 2ാം മത്സരത്തിലും 2 ഗോൾ. ആ ടീം നേടിയ മുഴുവൻ ഗോളുകളും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഒരു ടീമിനെ ചുമലിലേറ്റി കൊണ്ടുപോവുക എന്നുള്ളത് ഒരു വികാരമാണ്. നമ്മളൊരു അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ എന്ന് ഒക്കെ പറയാൻ എന്നല്ലാതെ നമുക്ക് ആസ്വദിക്കാം, അല്ലാതെ അത് ആനന്ദിക്കാം, അതല്ലാതെ മെസ്സിയും റൊണാൾഡോയും നമുക്ക് വേറെ നമ്മൾ കൊടുത്തൊരു ക്യാപ്ഷനെ ആഗോളാഘോഷത്തിൽ മെസ്സി എന്നത്. ആഗോളതലത്തിൽ അദ്ദേഹം ആഘോഷിക്കുകയാണ്, അദ്ദേഹം ഗോൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ എന്താണ് ജാസിമെ പറയാനുള്ളത്? ആഗോള ആനന്ദമാണ് ശരിക്കും. എല്ലാവർക്കും ഫുട്ബോൾ കാണുന്നവർക്കൊക്കെ ആനന്ദം പകരുക എന്നുള്ളതാണ്. അത് മെസ്സിയുടെ ഒരു മത്സരം, ഒരു കളിയുടെ ശൈലിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഈ 2 മത്സരത്തിലും നമ്മൾ പിന്നെ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ വലിയ തടസ്സമാകും. അതൊക്കെ പറയുമ്പോഴും അദ്ദേഹം കളിക്കുന്നൊരു കളി കണ്ടിട്ട് നമുക്ക് ഇത് തുടരണം. ഇപ്പോൾ ഫൈസൽ പറഞ്ഞോട്ടെ, ഇത് തുടരണം എന്നല്ലാതെ നമ്മളെന്താ പറയുക. കാരണം അദ്ദേഹം ഒരു ഘട്ടത്തിൽ വിരമിച്ച താരമാണ്. ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് പുറത്തേക്കടിച്ച് ചിലിക്കെതിരെ 2019 തോന്നുന്നത്, 16 അപ്പോൾ അദ്ദേഹം ഷോട്ട് പുറത്തേക്കടിച്ച് അദ്ദേഹം പിന്നെ വിരമിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി. ആരാധകർക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്ത തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വന്ന് കോപ്പ അമേരിക്കകൾ 2 നേടി, പിന്നെ ലോകകപ്പ് നേടി, അങ്ങനെ ഫൈനലിസം നേടി, അങ്ങനെ പിന്നെ ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലം, അദ്ദേഹത്തിൻ്റെ ആ ഒരു എറ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ലോകകപ്പും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലെയാണ് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് അവർ കൂളായിട്ട് കളിക്കുന്നത്. ഏതായാലും ഈ പ്രായത്തിലും അദ്ദേഹം അങ്ങനെ കളിക്കുന്നത് തുടരട്ടെ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നലെ 2 മത്സരങ്ങൾ കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ഘാനയോട് സമനിലയിൽ കുരുങ്ങിപ്പോയി, ഒരു ഗോൾ പോലും അടിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കളിയിൽ 4 ഗോൾ അടിച്ച് വമ്പ് കാട്ടിയവരാണ് ഇംഗ്ലണ്ടുകാർ. മറുഭാഗത്ത് ക്രൊയേഷ്യ ആദ്യത്തെ തോൽപ്പിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒരു ഗോൾ നേടി മടങ്ങി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതൊക്കെയാണ് മറ്റൊരു പാരലൽ വേൾഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ആ മത്സരത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരിക്കൽ വിശദമായിട്ട് പറയാം. കാരണം ഈ ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടേതും പോർച്ചുഗലിൻ്റേതും പിന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മെസ്സിയുടേതുമാണ്. അതുകൊണ്ട് അവർക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാ ആഘോഷങ്ങളും ആശംസകളും. നാളെ മറ്റ് ഒരു മത്സരവുമായി കാണാം. നമസ്കാരം.